സ്നേഹമുള്ളവരെ, ക്രിസ്മസിൻ്റെ ഒരുക്കത്തിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ ഇത്. ലോകം മുഴുവനും ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുകയും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. ഈ കാലഘട്ടത്തിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഇതിനൊരുക്കത്തിനായിട്ട് ചിന്തകളെല്ലാം തരുന്നത്. ഇന്നേ ദിവസം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അച്ഛൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 13, 14, പ്രത്യേകിച്ചും 14, 15 മുതലുള്ള തിരുവചനങ്ങൾ ഒരു രക്ഷകന് ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്യുന്ന സംഭവമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. ആദവും ഹവ്വയും പാപം ചെയ്ത മാനവരാശിയെ രക്ഷിക്കാൻ ദൈവം കണ്ട ഒരേ ഒരു മാർഗം രക്ഷകനെ വാഗ്ദാനം ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10, 11 തിരുവചനത്തിൽ ദൂതൻ ആട്ടിടയന്മാരോട് വലിയ ഒരു സന്ദേശമാണ്, വലിയ ഒരു വാർത്തയാണ് അവരെ അറിയിക്കുക. ആടുകളെ മേച്ച് തളർന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന അവർക്ക് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിൻ്റെ വലിയൊരു സന്ദേശം ലോകത്തിന് മുഴുവനായി ഈ പാവപ്പെട്ട ആട്ടിടയന്മാരോട് അറിയിക്കുകയാണ് ചെയ്തത്. അത് നമ്മൾ കാണുന്നത് 2-ാം അധ്യായം ലൂക്കാ സുവിശേഷത്തിൻ്റെ 2-ന്റെ 10, 11 തിരുവചനത്തിൽ. ഇതാ, ഭയപ്പെടേണ്ട, നിങ്ങൾക്കായി സന്തോഷത്തിൻ്റെ ഒരു സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തെ മുഴുവനെ രക്ഷിക്കുവാൻ കഴിയുന്നവൻ യേശു ക്രിസ്തു മാത്രമാണ്. മാനവരാശിയെ മുഴുവനെ രക്ഷിച്ച് വിമോചിപ്പിക്കാൻ കഴിവുള്ളവൻ രക്ഷകൻ യേശു ക്രിസ്തു മാത്രമാണ്. അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മളൊക്കെ ആവർത്തിച്ച് ധാരാളം പ്രാവശ്യം കേട്ടിട്ടുള്ള തിരുവചന, ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടുള്ള ഒരേയൊരു നാമം യേശു നാമമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്നെയും എന്നെയും ലോകത്തെ മാനവരാശിയെ മുഴുവനെ സകല പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് കഴിവുള്ളവൻ യേശു ക്രിസ്തു മാത്രമാണ്. ഈ വലിയൊരു സത്യം പ്രഘോഷിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നീയും ഞാനും. മാമോദീസ ജലം നിന്റെ ശിരസിൽ വീണുന്നതിലൂടെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, യേശു ക്രിസ്തു ഏകരക്ഷകനാണെന്ന്, യേശു ക്രിസ്തു ലോകരക്ഷകനാണെന്ന്, അവനിലൂടെ മാത്രമാണ് രക്ഷയെന്ന് പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരല്ലേ നമ്മള്? എവിടെയാ ഈ വലിയ ക്രിസ്മസിൻ്റെ സന്ദേശം? പ്രിയപ്പെട്ടവരെ, ഈ രക്ഷകന്റെ വരവ് നമുക്ക് തരുന്ന വലിയൊരു വെളിപ്പെടുത്തല്, ഞാനും നീയും ഈ രക്ഷകനെ പ്രഘോഷിക്കേണ്ടവരാ. ഞാനും നീയും ഈ രക്ഷകന് അനേകർക്ക് കൊടുക്കേണ്ടവരാ. ഈ രക്ഷകന്റെ രക്ഷാകരമായ ശക്തി നിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഇന്ന് വരെ നിനക്ക് അനുഭവിക്കാനായിട്ട് കഴിയാത്തൊരു വ്യക്തിയാണോ? അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വായിക്കുന്നത് അത് തന്നെയാ. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരും രക്ഷ പ്രാപിക്കും.
അവൻ്റെ നാമം വിളിക്കുന്ന, അത് മുസ്ലിമാകട്ടെ, ഹിന്ദുവാകട്ടെ, ഏത് മതവിശ്വാസിയാകട്ടെ, പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിലൂടെ സകല മനുഷ്യർക്കും രക്ഷയുണ്ടെന്ന് കർത്താവിൻ്റെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. ഈ രക്ഷ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നീയും സ്വീകരിക്കേണ്ടതല്ലേ? അതിലൂടെ ഇന്ന് ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഇന്ന് മനുഷ്യൻ ഭൗതികമായ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുക, ഭൗതികമായി എന്തെങ്കിലും ജീവിതത്തിൽ അങ്ങോട്ട് സമ്പാദിക്കുക, അങ്ങനെ അങ്ങോട്ട് ജീവിക്കുക, ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യർ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ജീവിതത്തിൽ നീ രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ? യഥാർത്ഥമായ രക്ഷ യേശു ക്രിസ്തുവിലൂടെ ആണെന്ന് തിരിച്ചറിഞ്ഞ് അവനിലേക്കൊന്ന് കണ്ണുയർത്താൻ, അവനിലേക്ക് ഹൃദയം തുറക്കാൻ, അവനിലേക്ക് നിന്റെ കരങ്ങൾ ഉയർത്താൻ ഇന്ന് നിനക്ക് സാധ്യമായാൽ, നീ ആയിരിക്കുന്ന ഏതവസ്ഥയാകട്ടെ രക്ഷകൻ വരും. രക്ഷകൻ നിന്റെ ജീവിതത്തിൽ ഇടപെടും. യേശു നിന്റെ ജീവിതത്തിൽ ഇടപെടും. പ്രിയപ്പെട്ട സഹോദര, സഹോദരി, ഇന്ന് ജീവിതത്തിൽ നീ രക്ഷപ്പെടാൻ പറ്റാത്ത കുടുക്കിൽപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണോ? ഇന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ അകപ്പെട്ട, ദുരന്തത്തിൽ അകപ്പെട്ട ഒരു കുടുംബത്തിൽ അംഗമാണോ നീ? വിളിക്കണം യേശുവിനെ. നിന്നെ രക്ഷിക്കാൻ ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. നിന്നെ വിമോചിപ്പിക്കാൻ ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അവനിലേക്ക് തിരിയണം. അവൻ്റെ നാമം വിളിക്കാൻ നിന്റെ അധരങ്ങൾ ഇപ്പോൾ ഉപയോഗമായി മാറുമ്പോൾ അവനിൻ്റെ നാമത്തിലൂടെ നിനക്ക് രക്ഷ നൽകപ്പെടുന്നത്, അവൻ്റെ നാമത്തിലൂടെ നിനക്ക് രക്ഷയുടെ അനുഭവം തരുന്ന ഈശോ, നിന്റെ അരികിലേക്ക് വരുന്ന ഈശോ, നിന്റെ ഭാഗമായി തീരാൻ ആഗ്രഹിക്കുന്ന ഈശോ, നിന്റെ അരികിൽ വന്നു നിന്ന് നിന്നെ താങ്ങി നിർത്തി ബലപ്പെടുത്തുന്ന ഒരു രക്ഷകനാണ് യേശു ക്രിസ്തു. ഈ രക്ഷ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ കാണുന്ന അനേകം മക്കൾ, ഈശോയെ അറിയാത്തവർ, ഈശോയെ കാണാത്തവർ, അനുഭവിക്കാത്തവർ, പ്രിയപ്പെട്ടവരെ, ഇനിയുമുണ്ട്. അവർക്കൊക്കെ യേശുവിനെ കൊടുക്കാൻ, രക്ഷകനെ പ്രഘോഷിക്കാൻ, രക്ഷകനെ നിന്റെ ജീവിതത്തിൽ അനുഭവിച്ച രക്ഷ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഒരു വലിയ കാലഘട്ടമാണ് ഈ ക്രിസ്മസിൻ്റെ കാലഘട്ടം. യേശു രക്ഷകനാണെന്ന് അനേകരോട് പങ്കുവെക്കാൻ ദൈവം നൽകിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ തിരുമുമ്പിലേക്ക് ദൈവമേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ, കണ്ടുകൊണ്ടിരിക്കുന്നവർ, കർത്താവേ, ജീവിതത്തിൽ ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റാത്ത ദുരന്തത്തിൽ പെട്ടിരിക്കുന്നവരുണ്ട്. കർത്താവേ, ആ മകനെ, മകളെ, കുടുംബങ്ങളെ, സമൂഹങ്ങളെ, ദേശങ്ങളെ, രാജ്യങ്ങളെ ദൈവമേ നിൻ്റെ തിരുമുമ്പിലേക്ക് ഇപ്പോൾ പ്രത്യേകം സമർപ്പിക്കുക. യേശുവേ, നിൻ്റെ രക്ഷ ഇപ്പോൾ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഓരോ മകൻ്റെ, മകളുടെ മേൽ സംഭവിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, നിൻ്റെ നാമം രക്ഷാനാമമാണല്ലോ. നിൻ്റെ നാമം കർത്താവേ വിമോചനത്തിൻ്റെ നാമമാണല്ലോ. യേശുവേ, രക്ഷയിലേക്ക് ദൈവമക്കളെ എടുത്തുയർത്തുന്നവനെ, രക്ഷയുടെ അനുഭവം നൽകി അനുഗ്രഹിക്കുന്ന യേശുവേ, ഇപ്പോൾ ഈ സമയം തന്നെ നിന്നെ വിളിച്ച് കരയുന്നവര്, നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവര്, നീയാണ് ഏക രക്ഷകനെന്ന്, ലോകത്തിൽ നീ മാത്രമാണ് എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവമെന്ന് വിളിക്കുന്ന മകന്റെ, മകളുടെ മേൽ ഇപ്പോൾ അത്ഭുതകരമായ രക്ഷയുടെ അനുഭവം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ,
അങ്ങയുടെ തിരുമുമ്പിൽ ദൈവമേ, ഇപ്പോൾ എങ്ങനെ എനിക്കിഞ്ഞൊന്ന് രക്ഷപ്പെടാൻ പറ്റും? ദൈവമേ, ഇനി എങ്ങനെയാണ് ജീവിതത്തിൽ രക്ഷയിലേക്കൊന്ന് വരാൻ പറ്റുക? കർത്താവേ, മകനെക്കുറിച്ച് മകളെക്കുറിച്ച് ഓർത്തിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങളെക്കുറിച്ച് ഓർത്ത് വേദനിച്ചിരിക്കുന്നവർ, രക്ഷപ്പെടാൻ പറ്റാത്ത വലിയ ഒരു അവസ്ഥയിലിരിക്കുന്ന പ്രിയപ്പെട്ട മകളുടെ അരികിലേക്ക് കർത്താവേ, ഇപ്പോൾ അങ്ങ് കടന്നു വരണമേ, ഇറങ്ങി വരണമേ കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ നാമം വിളിച്ചോ. അവൻ്റെ നാമത്തിലുണ്ട് നിനക്ക് രക്ഷ, നിനക്ക് വിമോചനം. അവൻ്റെ നാമത്തിലുണ്ട്. അവൻ്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കപ്പെടുകയാണ്. നീ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ഏതവസ്ഥയാകട്ടെ, ഏത് സാഹചര്യമാകട്ടെ, ഏത് ജീവിതത്തിൻ്റെ അനുഭവമാകട്ടെ നീ ആയിരിക്കുന്നത്, ആ അവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്ന രക്ഷകന്റെ അത്ഭുതകരമായ ഇടപെടൽ പൗലോസിന്റെ മേല് സീലാസിന്റെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ ശക്തി സ്തുതിക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, പൗലോസ് കുതിരപ്പുറത്ത്, സാവൂള് കുതിരപ്പുറത്ത് കടന്നു വരുന്ന സമയത്ത് അവൻ്റെ മേല് ഇടിമിന്നൽ പോലെ ഇറങ്ങി വന്ന രക്ഷയുടെ അനുഭവം, അവനെ രക്ഷിച്ചെടുത്ത യേശു നിന്റെ ജീവിതത്തെ രക്ഷിക്കുവാൻ കർത്താവേ, ഇതാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ അനുഭവം സ്വീകരിക്കാൻ പറ്റാത്ത ഓരോ വ്യക്തികളുടെ മേല്, കുടുംബങ്ങളുടെ മേലുള്ള സകല കെട്ടുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടഴിഞ്ഞു മാറിപ്പോകട്ടെ, വിട്ടു മാറിപ്പോകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.